KG ജോർജിന് വിട. പ്രശസ്ത സംവിധായകൻ KG ജോർജ് അന്തരിച്ചു. കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിൽ ആയിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. ആദാമിൻ്റെ വാരിയല്, യവനിക, പഞ്ചവടിപ്പാലം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് HV നന്ദകുമാർ ആണ് ചേരുന്നത്. നന്ദകുമാർ, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പ്രധാനമായും ഇന്ന് രാവിലെ 10:15 കൂടിയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ KG ജോർജിന്റെ അന്ത്യം സംഭവിച്ചത്. ഏജ് ഓഫ് സിഗ്നേച്ചർ എന്ന ഈ വയോജന കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു അന്ത്യം സംഭവിച്ചത്. പക്ഷാഘാതം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ആരോഗ്യം വളരെ രീതിയിൽ മോശമായിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഡോക്ടർ അടക്കം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രധാനമായും 80കളിലെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ പേരുകളിൽ മുന്നണിയിലുള്ളത് KG ജോർജ് എന്ന കുളക്കാട്ടിൽ വർഗീസ് ജോർജിന്റെ തന്നെയായിരിക്കും. മലയാള സിനിമയ്ക്ക് നവീന ഭാഷയും അതോടൊപ്പം തന്നെ കരുത്തും നൽകിയ പ്രതിഭാസന്ധനായ ഒരു സംവിധായകൻ തന്നെയായിരുന്നു KG ജോർജ്. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഇന്ന് രാവിലെ 10:15 കൂടി അന്ത്യം സംഭവിക്കുകയും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. സംസ്കാരം മറ്റന്നാൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും മകനും അതോടൊപ്പം തന്നെ സൽമ, പ്രശസ്ത സിനിമ ഗായികയായ സൽമ ഭാര്യയാണ് KG ജോർജിന്റെ. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഗോവയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മകൾ സൗദിയിലുമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളടക്കം മകനും മകളും എത്തിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാരവും അതോടൊപ്പം തന്നെ പൊതുദർശനവും അടക്കം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും KG ജോർജിനെ കുറിച്ച് പറയുമ്പോൾ കാലാതീതമായ ഒരു കല ആയി മാറുമായിരുന്നു സിനിമ. ആ സമയത്ത് 80കളിൽ ഒരു പുതുതലമുറ സിനിമാ സംവിധായകരിൽ ഏറ്റവും അധികം ഒരു മാറ്റം മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നതും KG ജോർജ് തന്നെയായിരുന്നു. പ്രധാനമായും ഇന്നത്തെ ഏറ്റവും പുതുതലമുറ സംവിധായകരായ ലിജോ ജോർജ് പള്ളിശ്ശേരി ആയാലും ആഷിഖ് അബു ആയാലും അങ്ങനെ നിരവധി സംവിധായകരിലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അവരുടെയൊക്കെ തന്നെ ഗുരുസ്ഥാനീയനുമാണ് KG ജോർജ് എന്ന് പറയുന്നത്. പ്രധാനമായും അക്കാലത്തെ KG ജോർജിന്റെ സിനിമകളിലെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് അത് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. പ്രധാനമായും ചെറിയ ഒരു സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ എന്ന രീതിയിൽ പറയുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന ഒരു സിനിമാ മേഖലയായിരുന്നു മലയാള സിനിമ. പക്ഷേ അവിടെ നിന്ന് മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഒരു വലിയൊരു മാറ്റം, അതിന് തുടക്കം കുറിച്ചത് KG ജോർജ് അടക്കമുള്ള സിനിമാ സംവിധായകർ തന്നെയാണ്. അതിൽ KG ജോർജ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇപ്പോഴും നിരവധി ആൾക്കാർ ഈ ഏജ് ഓഫ് കെയറിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കാണാനായി എത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പം മുമ്പ് ഏജ് ഓഫ് കെയറിന്റെ തന്നെ ഇത്തരത്തിലുള്ള മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ KG ജോർജിനെ അറിയാത്ത സിനിമ ആസ്വാദകൻ എങ്ങനെ സിനിമ ആസ്വാദകനാകുമെന്ന ചോദ്യം അത് ഒട്ടും അതിശയോക്തിയാകില്ല. പ്രധാനമായും 3 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ മഹാപ്രതിഭയോട് കടപ്പെട്ടിരുന്നു. പ്രധാനമായും പുതിയ കാഴ്ചകൾ എത്തിയപ്പോൾ ജോർജിനെയും പലരെയും മറന്നു എന്ന കാര്യവും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് കാണുന്ന ഓരോ സിനിമയ്ക്കും അതിന്റെ ഉൾക്കാഴ്ചയിൽ ജോർജിന്റെ സ്വാധീനം മാറ്റി നിർത്താനുമാകില്ല. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ പ്രവർത്തനത്തിലൂടെ മലയാളി പ്രേക്ഷകന് ഇതുവരെ കണ്ട് പരിചരിച്ചു പോന്ന കാഴ്ചയുടെയും പ്രമേയങ്ങളുടെയും അടുപ്പിൽ നിന്നും പുത്തൻ ഉണർവ് നൽകിയ ഒരു കലാകാരൻ തന്നെയായിരുന്നു KG ജോർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്റേതായ ആഖ്യാന ശൈലിയിലൂടെയും ദൃശ്യപ്രചരണത്തിലൂടെയും മലയാള സിനിമ പിന്തുടർന്നു പോകുന്ന ഭാഷയും വ്യാകരണവും മാറ്റി എഴുതുകയായിരുന്നു KG ജോർജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ ഏറ്റവും ശ്രദ്ധ നേടിയത് തന്നെയായിരുന്നു. പ്രധാനമായും ഈ 70കളിലെ യുവാക്കളിൽ ഉണ്ടായിരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും ഒക്കെ സോമനും വിധുബാലയും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന രാപ്പാടികളുടെ ഗാഥയുടെ പ്രമേയം വലിയ ഒരു ഹിറ്റായിരുന്നു ആ സമയത്ത്. ഈ രാപ്പാടികളുടെ ഗാഥ അത് മാത്രമല്ല, മലയാള സിനിമയിലെ ആദ്യ ക്യാമ്പസ് സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യ സിനിമ എന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചവടിപ്പാലം, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സിനിമ എന്ന് വിശേഷിപ്പിക്കുന്ന യവനിക, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇരകൾ, അതുമാത്രമല്ല മലയാള സിനിമയിലെ സ്ത്രീപക്ഷ സിനിമ ആദമിന്റെ ഭാര്യയിൽ, അങ്ങനെ നിരവധി സിനിമകൾ, എടുത്തു പറയാവുന്ന നിരവധി സിനിമകളുണ്ട്. ഇന്നും ഈ സിനിമകൾ നമ്മൾ കാണുമ്പോഴൊക്കെ തന്നെ ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ നൽകുന്ന ഒരു ഫ്രഷ് ഫീൽ നമുക്ക് എപ്പോഴും KG ജോർജിന്റെ സിനിമകൾ നൽകിയിരുന്നു. അത്രത്തോളം മികച്ച ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് നൽകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരു നവ യുഗ സംവിധായകൻ എന്ന് തന്നെയാണ് KG ജോർജിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എന്തായാലും സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് KG ജോർജിന്റെ ഒരു വിയോഗം. എന്തായാലും സംസ്കാരം മറ്റന്നാൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മൃതദേഹം അല്പം മുമ്പ് ഇവിടുന്ന് ഏജ് ഓഫ് കെയറിന്റെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഭിലാഷ്, നന്ദകുമാർ സൂചിപ്പിക്കുന്ന പോലെ മലയാളത്തിലെ നവസിനിമയുടെ അമരക്കാരനാണ് വിട പറഞ്ഞത്.
വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി ചടങ്ങുകളുള്ളൂ. 2 ദിവസത്തേക്ക് ചളിക്കോസ് 2 ദിവസത്തേക്കാണോ മാറ്റി? കമ്മനത്തിലേക്കുള്ള മറ്റന്നാളാണ് ബാക്കിയുള്ള ചടങ്ങുകൾ. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അന്നുണ്ടാവും. വന്നിട്ടേ ഉള്ളൂ. മോൻ വരും. മോൻ ഗോവയില് മോൻ വന്നിട്ടാണ് ബാക്കി എല്ലാം മറ്റന്നാളാണ്. മോർച്ചറി സൂക്ഷിക്കും. എത്തിയിട്ടില്ല ഇല്ല, അറിയിച്ചിട്ടുണ്ട്. അവരെത്തിയിട്ട് ബാക്കി കാര്യം ഒരു നാളെ വരുമായിരിക്കും. അതാണ് നാളെ കഴിഞ്ഞത്തേക്ക് തീരുമാനിക്കുന്നത്. ജോർജ് 2018 മുതൽ സിഗ്നേച്ചർ ഏജ് കെയറിലുണ്ട്. ഇടയ്ക്ക് ബെറ്റർ ആകുമ്പോഴത്തേക്കും വീട്ടിൽ പോവാറുണ്ടായിരുന്നു. ഓൺ ഒക്കേഷൻസ് വരുമ്പോൾ വീട്ടിൽ പോവാറുണ്ട്. അങ്ങനെ മാറി മാറിയായിരുന്നു വരുന്നിരുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് ആള് വളരെ വീക്കായിരുന്നു. എന്താ പറയുക, സ്ട്രോക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നത്. റീഹാബിലിറ്റേഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇടയ്ക്ക് ബെറ്റർ ആവും. പിന്നെ സ്ട്രോക്ക് അറിയാലോ, പ്രോഗ്രസീവ് ഡിസീസാണ്. അപ്പോൾ അതിങ്ങനെ മാറി മറിഞ്ഞും ഇരിക്കും. ഇപ്പൊ 2 മാസമായിട്ട് ആള് സിക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ വീക്കായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഓക്സിജൻ സപ്പോർട്ടിലാണ് പോയിരുന്നത്. അപ്പൊ ഡോക്ടർ വന്നു. ഔട്ട്പുട്ടും എല്ലാം കുറവായിരുന്നു, സാച്ചുറേഷൻ ലോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരുന്നു. മലയാള സിനിമയിലെ നവതരംഗത്തിന്റെ പതാകവാഹകൻ ആയിരുന്നു KG ജോർജ് എന്ന് ഈ മേഖലയിൽ നിന്നുള്ളവർ അനുസ്മരിച്ചു. ജോർജിനോടുള്ളൊരു ഹൃദയബന്ധം, സ്നേഹബന്ധം അങ്ങനെ കലയുടെ ഒരു വഴിയിലൂടെ വളരെ ശക്തമായിട്ട് സൂക്ഷിക്കാൻ സാധിച്ചു. ജോർജിന്റെ എല്ലാ ചിത്രങ്ങളും വാസ്തവത്തിൽ വലിയൊരു സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് നൽകിയത്. ഇരകൾ, യവനിക, ഓരോ പടവും എടുത്തെടുത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ കലാകാരൻ. തീർച്ചയായിട്ടും സാങ്കേതിക വൈദഗ്ധ്യമുള്ള, കലയെ സ്നേഹിക്കുന്ന ഒരു വലിയ പ്രതിഭാശാലിയാണ് വാസ്തവത്തിൽ ജോർജിന്റെ ഒരു വേർപാടിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള സിനിമകൾ, മലയാള സിനിമയ്ക്ക് ആദ്യമായി സ്ത്രീപക്ഷ സിനിമ നൽകിയ ആളാണ്. മലയാള സിനിമയ്ക്ക് ആദ്യമായി കോളേജ് ക്യാമ്പസ് ലവ് സ്റ്റോറി, യവനിക ഉള്ള നാടകവും സിനിമയെല്ലാം സിനിമയിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി സിനിമയിൽ തന്നെ നിന്നുകൊണ്ട് ആ സിനിമയിൽ കാണുന്ന ചില ഉഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ കൊണ്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ, സിനിമയിൽ, നാടകത്തിൽ, അതുപോലെ ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാനും അതിന് ധൈര്യസമേതം തന്റെ കഥകളായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും ശ്രമിച്ച ഒരു വലിയ പ്രതിഭയാണ്. സിനിമയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും പാഠമാക്കാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ തിരക്കഥകൾ. ഏറ്റവും അധികം സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ, അതായത് സ്ത്രീയുടെ ശക്തി എന്താണെന്ന് കാണിച്ച സിനിമകൾ ചെയ്തത് തീർച്ചയായിട്ടും ജോർജ് സാറാണ്. അത് നമുക്ക് മറക്കാനേ പറ്റില്ല. ഒരു വലിയ സങ്കടമാണ്, വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരു സിനിമ ചെയ്യുന്നില്ലെങ്കിൽ പോലും, ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇനി അദ്ദേഹം ഇല്ലല്ലോ നമുക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എന്നത് ഒരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ആ സിനിമകൾ കൈകാര്യം ചെയ്ത പ്രമേയങ്ങൾ അത്രത്തോളം വ്യത്യസ്തങ്ങളായിരുന്നു. അവ കൈകാര്യം ചെയ്ത സാംസ്കാരിക, രാഷ്ട്രീയ സൂക്ഷ്മതകൾ അത് ഒരു പ്രത്യേക കാലത്തിൻ്റെതായിരുന്നില്ല. എല്ലാ കാലത്തും പുനർവായന ആവശ്യപ്പെടുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. എനിക്ക് തോന്നുന്നു ആധുനിക മലയാളിയുടെ മനസ്സിനെ, അതിന്റെ സങ്കീർണതകളെയും അതിന്റെ ആഴങ്ങളെയും KG ജോർജ് സാറിനെ പോലെ ഖനനം ചെയ്ത് കണ്ടെത്തിയ മറ്റൊരു ഫിലിം മേക്കർ നമുക്കില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മൾ കണ്ട എക്കാലത്തെ ഏറ്റവും മഹാനായ സംവിധായകനെയാണ്. ഒരിക്കലും സ്വയം ആവർത്തിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രമേയ വൈവിധ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ വ്യത്യസ്തമായ ടെറിട്ടറീസിലാണ് അദ്ദേഹം കൊണ്ടുപോയി സിനിമകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാം ഒരു കോമൺ ഫാക്ടർ നടക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ, അതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അനാലിസിസ്, ഇതൊക്കെയാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് എപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ടായിരുന്നു.
കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആണ് ആദ്യ യാത്ര. ഇതുൾപ്പെടെ രാജ്യത്ത് പുതിയ 9 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. ഓൺലൈനായാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മന്ത്രി വി അബ്ദുറഹ്മാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുടങ്ങിയവർ ആണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാകുന്ന വാർത്തയാണിത്. നേരത്തെ ആദ്യ വന്ദേ ഭാരതിന് തന്നെ വലിയ സ്വീകരണമാണ് മലയാളികൾ നൽകിയത്. അതിന് പിന്നാലെ ഇപ്പോഴിതാ രണ്ടാമത്തെ വന്ദേ ഭാരതും കേരളത്തിൽ യാത്ര ആരംഭിക്കുകയാണ്. തീർച്ചയായും രണ്ടാം വന്ദേ ഭാരത് പുറപ്പെടും. ഇപ്പോൾ ധരിക്കുകയാണ്. അല്പസമയത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുരളീധരനാണ് ഇപ്പോൾ ഈ ചടങ്ങിന്റെ ഭാഗമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ യാത്രാ പ്രതിസന്ധിക്ക്, പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്ന സർവീസ് ആണ് വന്ദേ ഭാരതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ആദ്യത്തെ വന്ദേ ഭാരത് കാസർഗോഡിലേക്ക് സർവീസ് നടത്തുന്നില്ല എന്നത് വലിയ പരാതിയായി, ആക്ഷേപമായി ഉയർന്നു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരതിൻ്റെ സർവീസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് യാത്ര ആരംഭിക്കുമെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് യാത്ര ആരംഭിക്കാനാവുക ചൊവ്വാഴ്ച മുതലാണ്. വന്ദേ ഭാരതിൻ്റെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് മറ്റ് പല ഭാഗങ്ങളിലായി വന്ദേ ഭാരത് യാത്ര ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. ഓൺലൈൻ ആയാണ് ഫ്ളാഗ് ഓഫ് നടക്കുന്നത്. കാസർഗോഡ് അതിവിപുലമായ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വന്ദേ ഭാരതിൻ്റെ ഫ്ളാഗ് ഓഫുമായി ബന്ധപ്പെട്ട്. കേരളത്തിൻ്റെ രണ്ടാമത്തെ വന്ദേ ഭാരതിൻ്റെ ആദ്യ യാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ 9 വന്ദേ ഭാരതിൻ്റെ ഫ്ളാഗ് ഓഫ് കൂടിയാണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കാസർഗോഡ് വിപുലമായ ചടങ്ങുകളാണ് വന്ദേ ഭാരതിൻ്റെ സർവീസ് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലുള്ളത്. ഇപ്പോൾ KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് ആണ് പറഞ്ഞത്. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? അഭിലാഷ്, ഏതാനും നിമിഷങ്ങൾക്കകം രണ്ടാം വന്ദേ ഭാരത് ഇപ്പോൾ കാസർഗോഡ് നിന്നും ഇപ്പോൾ യാത്ര ആരംഭിക്കും. ഇന്ന് ഉദ്ഘാടന യാത്രയാണ്. വി മുരളീധരൻ അല്പസമയം മുമ്പ് പ്രസംഗിക്കുകയുണ്ടായി. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അതോടൊപ്പം മന്ത്രി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഇപ്പോൾ ഇവിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അല്പസമയത്തിനകം ഈ വന്ദേ ഭാരതിന്റെ സർവീസ് ഇപ്പോൾ ഉദ്ഘാടന സർവീസ് ഇപ്പോൾ ആരംഭിക്കും. ആദ്യ സ്വീകരണം പയ്യന്നൂരാണ്, പിന്നീട് കണ്ണൂരും തലശ്ശേരിയും. അങ്ങനെ 11 മണിക്ക്, രാത്രി 11 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തുക. എന്തായാലും ചൊവ്വാഴ്ച ഇതിന്റെ റെഗുലർ സർവീസ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 4 മണിക്ക് പുറപ്പെടും. 11:58 അന്ന് കാസർഗോഡ് എത്തുക. എന്തായാലും ഏറെ കാത്തിരുന്ന വന്ദേ ഭാരത്, രണ്ടാം വന്ദേ ഭാരത് അല്പസമയത്തിനകം തന്നെ കാസർഗോഡ് റെയിൽവേ കേരളത്തിന്റെ രണ്ടാമത്തെ വന്ദേ ഭാരതിന്റെ സർവീസ് ആണ് ആരംഭിക്കുന്നത്. ആദ്യ യാത്ര ഇന്ന് നടക്കും. ചൊവ്വാഴ്ച മുതൽ ആണ് യാത്രക്കാർക്ക് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഓൺലൈൻ വഴി ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയാണ്. अभिनंदन है आपको G20 नए संसद भवन एवं नारी शक्ति वंदन अधिनियम के लिए हार्दिक आभार। आज माननीय प्रधानमंत्री जी द्वारा 11 राज्यों में संचालित होने वाली 9 वंदे भारत एक्सप्रेस ट्रेनों की सौगात दी जा रही है। वंदे भारत एक्सप्रेस के शुभारंभ के अवसर पर विभिन्न राज्यों से वीडियो कॉन्फ्रेंसिंग के माध्यम से जुड़े आदरणीय महामहिम राज्यपाल, माननीय मुख्यमंत्रीगण, अन्य अतिथिगण और आप सभी देशवासियों का हार्दिक स्वागत है। और आदरणीय महामहिम राज्यपाल, माननीय मुख्यमंत्रीगण, अन्य अतिथिगण और आप सभी देशवासियों का हार्दिक स्वागत है। और अब
आज के इस शुभ अवसर पर मैं माननीय केंद्रीय रेल संचार और इलेक्ट्रॉनिक्स एवं सूचना प्रौद्योगिकी मंत्री श्री अश्विनी वैष्णव जी को उनके स्वागत उद्बोधन के लिए आमंत्रित करती हूं। माननीय रेल मंत्री जी। नमस्कार। G20 के सफल आयोजन से भारत को विश्व बंधु के रूप में स्थापित करने और नारी शक्ति वंदन अधिनियम से बहनों माताओं को 33% आरक्षण देने वाले हमारे तपस्वी प्रधानमंत्री श्री नरेंद्र मोदी जी, आज आपका इस वंदे भारत कार्यक्रम में हार्दिक स्वागत है, अभिनंदन है। देश के 9 राज्यों में उपस्थित माननीय राज्यपाल, मुख्यमंत्री जी, मंत्रीगण, सांसदगण एवं बड़ी संख्या में उपस्थित नागरिकों का स्वागत, अभिनंदन है। पिछले 9 वर्षों में प्रधानमंत्री श्री नरेंद्र मोदी जी ने रेलवे सिस्टम में अभूतपूर्व ट्रांसफॉर्मेशन किया है। याद कीजिए 10 वर्ष पहले स्टेशनों की क्या हालत होती थी। आज स्टेशन साफ सुथरे हैं, नई नई सुविधाएं, लिफ्ट, एस्केलेटर, फुट ओवर ब्रिज इत्यादि तेजी से इंस्टॉल किए जा रहे हैं। देश भर में स्टेशनों की पुरानी व्यवस्था को बदलकर आज की और भविष्य की जरूरतों के अनुसार नव निर्माण किया जा रहा है। अमृत भारत स्टेशन की कुछ ही महीनों पहले माननीय प्रधानमंत्री जी ने 508 स्टेशन का भूमि पूजन किया था। आज इनमें तेजी से 300 स्टेशनों पर काम चल रहा है। माननीय प्रधानमंत्री जी के दूरदर्शी नेतृत्व का और विजन का मैं एक उदाहरण देना चाहूंगा। यहाँ देश को डीजल के भार से मुक्ति दिलाने के लिए प्रधानमंत्री जी ने 2014 से रेलवे इलेक्ट्रिफिकेशन पर बहुत जोर दिया। जहां 2014 से पहले 40 वर्षों में करीब 20,000 किलोमीटर इलेक्ट्रिफिकेशन हुआ था, वहीं पिछले 9 वर्षों में 37,000 किलोमीटर इलेक्ट्रिफिकेशन हुआ। यानी जर्मनी के पूरे रेलवे नेटवर्क से भी ज्यादा इलेक्ट्रिफिकेशन पिछले 9 वर्षों में प्रधानमंत्री जी ने किया है। ये एक बहुत उपयोगी और बहुत बड़ा आर्थिक प्रगति का एक नया मॉडल है। जैसे जैसे रेलवे अधिक यात्री और सामान ट्रांसपोर्ट करेगी, वैसे वैसे भारत की डीजल और पेट्रोल पे निर्भरता कम होगी। ये प्रधानमंत्री जी का विजन है। क्योंकि आज रेलवे को प्रधानमंत्री जी ने करीब पूरी रेलवे को इलेक्ट्रिफिकेशन यानी बिजली पे पूरी तरह से शिफ्ट कर लिया है। तो यात्री और सामान के ट्रांसपोर्टेशन में डीजल का उपयोग न होकर यानी बिजली पे पूरी तरह से शिफ्ट कर लिया है। तो यात्री और सामान के ट्रांसपोर्टेशन में डीजल का उपयोग न होके बिजली का उपयोग होगा। आप सब जानते हैं प्रधानमंत्री जी हमेशा 2047 में भारत को विकसित राष्ट्र बनाने का एक संकल्प लेके हर कार्यक्रम को हाथ में लेते हैं। तो इस संकल्प से, इलेक्ट्रिफिकेशन से, नई तकनीक की वंदे भारत ट्रेन से जिस तरह से मिडिल क्लासेस को सुविधा मिलेगी, यात्रियों को सुविधा मिलेगी और रेलवे की कैपेसिटी को बढ़ाने से जिस तरह से सामान और यात्री ज्यादा से ज्यादा रेलवे की तरफ शिफ्ट होंगे, इस संकल्प के साथ प्रधानमंत्री जी रेलवे को ट्रांसफॉर्म कर रहे हैं। माननीय प्रधानमंत्री जी, आपके इस दूरदर्शी नेतृत्व और विकसित भारत के संकल्प को एक बार फिर नमस्कार, हार्दिक अभिनंदन। आप इस कार्यक्रम में आए, आपको बहुत बहुत धन्यवाद। भारत माता की जय। धन्यवाद माननीय रेल मंत्री जी। और अब देश में पहली बार एक साथ 9 वंदे भारत एक्सप्रेस ट्रेनों का शुभारंभ माननीय प्रधानमंत्री जी के द्वारा होने जा रहा है। इस शुभ अवसर पर आइए देखते हैं आत्मनिर्भर भारत के विजन को साकार करने वाली वंदे भारत एक्सप्रेस पर बनाई गई एक लघु फिल्म। आज हम बात करेंगे आजाद भारत से आत्मनिर्भर बनते नए भारत की। धुआं उड़ाती, छुक छुक करती ट्रेनों से लेकर आधुनिक भारत की तेज फर्राटा भरती वंदे भारत एक्सप्रेस तक की। महज 9 से 10 साल पहले तक क्या किसी ने सोचा था कि कभी भारत में वर्ल्ड क्लास स्टेशन होंगे? क्या कभी भारत में भी विदेशों की तरह सपनों की रेल होगी? नहीं ना। लेकिन प्रधानमंत्री नरेंद्र मोदी जी ने ये सपना देखा और बदल डाली भारतीय रेल की तस्वीर और तकदीर। और इसी कड़ी में देश की पहली स्वदेशी सेमी हाई स्पीड ट्रेन की शुरुआत की, वंदे भारत।
15 फरवरी 2019 को देश में पहली वंदे भारत ट्रेन दिल्ली से वाराणसी के बीच चलाई गई और देखते ही देखते देश के हर कोने को वंदे भारत ट्रेनें जोड़ रही हैं। वंदे भारत एक्सप्रेस इंडिया की फर्स्ट, ऑलवेज फर्स्ट की भावना समृद्ध करती है। मुझे खुशी है कि वंदे भारत ट्रेन आज विकास, आधुनिकता, स्थिरता और आत्मनिर्भरता का पर्याय बन चुकी है। आज की वंदे भारत की यात्रा कल हमें विकसित भारत की यात्रा की ओर ले जाएगी। आज वंदे भारत ट्रेन विश्व में आत्मनिर्भर भारत की पहचान है और आज एक साथ 9 वंदे भारत एक्सप्रेस ट्रेनों के शुभारंभ का ऐतिहासिक अवसर आया है। ये वंदे भारत ट्रेनें अमृतकाल में नए भारत के नए जोश, नए उत्साह और नई उमंग की प्रतीक हैं। ये 9 ट्रेनें उदयपुर से जयपुर, तिरुनेलवेली से चेन्नई, हैदराबाद से बेंगलुरु, विजयवाड़ा से चेन्नई, पटना से हावड़ा, कासरगोड से तिरुवनंतपुरम, राउरकेला से पुरी, रांची से हावड़ा और जामनगर से अहमदाबाद के बीच संचालित होंगी। इन 9 वंदे भारत ट्रेनों में पहले की तुलना में अधिक आरामदायक सीटें, बेहतर एस्थेटिक्स, बेहतर लाइटिंग, सीट के नीचे चार्जिंग पॉइंट का बेहतर प्लेसमेंट, साथ ही कई अन्य सुविधाओं को भी अपग्रेड किया गया है। ये वंदे भारत ट्रेनें और बेहतर सुविधाओं के साथ यात्रियों को तेज, सुगम और अधिक आरामदायक यात्रा का अनुभव कराएंगी। 11 राज्यों में पर्यटन एवं आर्थिक सामाजिक गतिविधियों को बढ़ावा मिलेगा। युवाओं के लिए रोजगार के नए अवसरों का सृजन होगा। इन ट्रेनों से देशवासियों के लिए अपनी संस्कृति, विरासत और धार्मिक स्थलों के बारे में जानने, वहां तक पहुंचने में आसानी होगी। वंदे भारत ट्रेनें जन सामान्य के बीच अत्यधिक लोकप्रिय हैं और अब तक 1 करोड़ से अधिक यात्री इन अत्याधुनिक ट्रेनों में सफर कर चुके हैं। अमृतकाल में वंदे भारत ट्रेनें 140 करोड़ देशवासियों के सपनों का नया भारत गढ़ने में अहम योगदान दे रही हैं। जय हिंद। और अब मैं परम आदरणीय प्रधानमंत्री जी से विनम्र निवेदन करती हूं कि इस ऐतिहासिक अवसर पर अपने प्रेरणादायी उद्बोधन से हम सभी का मार्गदर्शन करें। माननीय प्रधानमंत्री जी। नमस्कार। इस कार्यक्रम में उपस्थित विभिन्न राज्यों के राज्यपाल श्री, अलग अलग राज्यों में मौजूद मुख्यमंत्री साथी, केंद्रीय मंत्रिमंडल के मेरे सदस्य, राज्यों के मंत्री, सांसदगण, विधायकगण, अन्य जनप्रतिनिधि और मेरे परिवारजनों, देश में आधुनिक कनेक्टिविटी के विस्तार का ये अभूतपूर्व अवसर है। इंफ्रास्ट्रक्चर विकास की ये स्पीड और स्केल 140 करोड़ भारतीयों की आकांक्षाओं से बिल्कुल मैच कर रही है और यही तो आज का भारत चाहता है। यही तो नए भारत के युवाओं, उद्यमियों, महिलाओं, प्रोफेशनल्स, कारोबारियों, नौकरी पेशा से जुड़े लोगों की एस्पिरेशंस है। आज एक साथ 9 वंदे भारत ट्रेन की शुरुआत होना भी इसी का उदाहरण है। आज एक साथ राजस्थान,
गुजरात, बिहार, झारखंड, पश्चिम बंगाल, उड़ीसा, तमिलनाडु, आंध्र प्रदेश, तेलंगाना, कर्नाटका और केरला के लोगों को वंदे भारत एक्सप्रेस की सुविधा मिली है। आज जिन ट्रेनों को शुरू किया गया है वे पहले की तुलना में ज्यादा आधुनिक और आरामदायक है। ये वंदे भारत ट्रेनें नए भारत के नए जोश, नए उत्साह और नई उमंग का प्रतीक है। मुझे इस बात की भी खुशी है कि वंदे भारत का क्रेज लगातार बढ़ रहा है। इससे अब तक 1,11,00,000 से ज्यादा यात्री सफर कर चुके हैं और ये संख्या दिनों दिन बढ़ती जा रही है। साथियों, देश के अलग अलग राज्यों और केंद्र शासित प्रदेश के लोगों को अब तक 25 वंदे भारत ट्रेनों की सुविधा मिल रही है। अब इसमें 9 और वंदे भारत एक्सप्रेस जुड़ जाएगी। वो दिन दूर नहीं जब वंदे भारत देश के हर हिस्से को कनेक्ट करेगी। मुझे खुशी है कि वंदे भारत एक्सप्रेस अपने उद्देश्य को बखूबी पूरा कर रही है। ये ट्रेन उन लोगों के लिए बहुत महत्वपूर्ण हो गई है जो सफर का समय कम से कम रखना चाहते हैं। ये ट्रेन उन लोगों की बहुत बड़ी जरूरत बन गई है जो दूसरे शहर में कुछ घंटों का काम खत्म करके उसी दिन लौट आना चाहते हैं। वंदे भारत ट्रेनों ने पर्यटन और आर्थिक गतिविधियों में भी तेजी ला दी है। जिन जगहों तक वंदे भारत एक्सप्रेस की सुविधा पहुंच रही है वहां पर्यटकों की संख्या बढ़ रही है। पर्यटकों की संख्या बढ़ने का मतलब है वहां कारोबारियों, दुकानदारों की आय में भी बढ़ोतरी हो रही है। इससे वहां रोजगार के नए अवसर भी तैयार हो रहे हैं। मेरे परिवारजनों, भारत में आज जो उत्साह और आत्मविश्वास का वातावरण बना है वैसा पिछले कई दशकों में नहीं बना था। आज हर भारतवासी अपने नए भारत की उपलब्धियों से गौरवान्वित है। चंद्रयान 3 की सफलता ने सामान्य मानवी की उम्मीदों को आसमान पर पहुंचा दिया है। आदित्य L1 की लॉन्चिंग ने हौसला दिया है कि अगर इरादा मजबूत हो तो कठिन से कठिन लक्ष्य को भी हासिल किया जा सकता है। G20 समिट की कामयाबी ने ये विश्वास दिया है कि भारत के पास डेमोक्रेसी, डेमोग्राफी और डायवर्सिटी की कितनी अद्भुत ताकत है। आज
भारत के कूटनीतिक कौशल की दुनिया भर में चर्चा हो रही है। हम हमारे विमेन लेड डेवलपमेंट के विजन को दुनिया ने सराहा है। अपने इस विजन पर आगे बढ़ते हुए सरकार ने संसद में नारी शक्ति वंदन अधिनियम पेश किया था। नारी शक्ति वंदन अधिनियम के आने के बाद हर सेक्टर में महिलाओं के योगदान और उनकी बढ़ती भूमिका की चर्चा हो रही है। आज कई रेलवे स्टेशनों का संचालन भी पूरी तरह से महिला कर्मचारियों द्वारा किया जा रहा है। मैं ऐसे प्रयासों के लिए रेलवे की सराहना करता हूं। देश की सभी महिलाओं को नारी शक्ति वंदन अधिनियम के लिए फिर से बधाई देता हूं। साथियों, आत्मविश्वास से भरे इस माहौल के बीच अमृतकाल का भारत अपनी वर्तमान और भविष्य की जरूरतों पर एक साथ काम कर रहा है। इंफ्रास्ट्रक्चर की प्लानिंग से लेकर एग्जीक्यूशन तक में हर स्टेक होल्डर में तालमेल रहे, इसके लिए पीएम गतिशक्ति नेशनल मास्टर प्लान बनाया गया है। देश में ट्रांसपोर्टेशन का खर्च कम हो, हमारे एक्सपोर्ट्स की लागत कम से कम हो, इसके लिए नई लॉजिस्टिक पॉलिसी लागू की गई है। देश में ट्रांसपोर्ट का एक माध्यम दूसरे को सपोर्ट करे, इसके लिए मल्टी मॉडल कनेक्टिविटी पर जोर दिया जा रहा है। इन सारे प्रयासों का बड़ा लक्ष्य यही है कि भारत के नागरिक के लिए ईज ऑफ ट्रैवल बढ़े, उसका कीमती समय बचे। ये वंदे भारत ट्रेनें इसी भावना का एक प्रतिबिंब है। साथियों, भारतीय रेलवे देश के गरीब और मिडिल क्लास की सबसे भरोसेमंद सहयात्री है। हमारे यहां एक दिन में जितने लोग ट्रेन में सफर करते हैं, उतनी तो कई देशों की आबादी भी नहीं है। ये दुर्भाग्य रहा कि पहले भारतीय रेलवे को आधुनिक बनाने पर उतना ध्यान दिया ही नहीं गया। लेकिन अब हमारी सरकार भारतीय रेलवे के कायाकल्प में जुटी है। सरकार ने रेल बजट में अभूतपूर्व बढ़ोतरी की है। 2014 में रेलवे का जितना बजट था, इस साल उससे 8 गुना ज्यादा बजट दिया गया है। रेल लाइनों का दोहरीकरण हो, बिजलीकरण हो, नई ट्रेनों को चलाना हो, नए रूट्स का निर्माण हो, इन सभी पर तेजी से काम हो रहा है। साथियों, भारतीय रेल में यात्रियों के लिए अगर ट्रेन चलता फिरता घर होती है, तो हमारे रेलवे स्टेशन भी उनके अस्थायी घर जैसे ही होते हैं। आप और हम जानते हैं कि हमारे यहां हजारों रेलवे स्टेशन ऐसे हैं
जो गुलामी के काल के हैं, जिनमें आजादी के 75 साल बाद भी बहुत बदलाव नहीं आया था। विकसित होते भारत को अब अपने रेलवे स्टेशनों को भी आधुनिक बनाना ही होगा। इसी सोच के साथ पहली बार भारत में रेलवे स्टेशनों के विकास और आधुनिकीकरण का अभियान शुरू किया गया है। आज देश में रेल यात्रियों की सुविधा के लिए रिकॉर्ड संख्या में फुट ओवरब्रिज, लिफ्ट्स और एस्केलेटर्स का निर्माण हो रहा है। कुछ दिनों पहले ही देश के 500 से ज्यादा बड़े स्टेशनों के रीडेवलपमेंट का काम शुरू किया गया है। अमृत काल में बने ये नए स्टेशन अमृत भारत स्टेशन कहलाए जाएंगे। ये स्टेशन आने वाले दिनों में नए भारत की पहचान बनेंगे। मेरे परिवारजनों, रेलवे स्टेशन कोई भी हो, उसका एक स्थापना दिवस जरूर होता है, जन्म दिवस जरूर होता है। मुझे इस बात की खुशी है कि अब रेलवे ने रेलवे स्टेशनों का जन्मोत्सव यानी स्थापना दिवस मनाना शुरू किया है। हाल ही में तमिलनाडु के कोयम्बटूर, मुंबई के छत्रपति शिवाजी टर्मिनस, पुणे समेत कई स्टेशनों के स्थापना दिवस को सेलिब्रेट किया गया। कोयम्बटूर के रेलवे स्टेशन ने तो यात्रियों की सेवा के 150 वर्ष पूरे किए हैं। ऐसी उपलब्धियों पर वहां के लोगों को गर्व होना बहुत स्वाभाविक है। अब रेलवे स्टेशनों का जन्मदिवस मनाने की इस परंपरा का और विस्तार किया जाएगा। इससे ज्यादा से ज्यादा लोगों को जोड़ा जाएगा। मेरे परिवारजनों, अमृत काल में देश ने एक भारत श्रेष्ठ भारत इस विजन को संकल्प से सिद्धि का माध्यम बनाया है। 2047 के जब देश आजादी के 100 साल मनाएगा, 2047 विकसित भारत का लक्ष्य हासिल करने के लिए हर राज्य के लोगों का विकास भी उतना ही जरूरी है। पहले की सरकारों में जब कैबिनेट का गठन होता था, तब इस बात की सबसे ज्यादा चर्चा होती थी कि रेल मंत्रालय किसको मिलेगा। माना जाता था कि रेल मंत्री जिस राज्य से होगा, उसी राज्य में ज्यादा ट्रेनें चलेगी। और उसमें भी होता ये था कि नई ट्रेनों की घोषणाएं तो कर दी जाती थी, लेकिन पटरी पर बहुत कम ही उतरती थी। इस स्वार्थ भरी सोच ने रेलवे का ही नहीं, देश का बहुत एशियन पेंट्स का हाइड्रोलॉक ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൻ്റെ രണ്ടാമത്തെ വന്ദേ ഭാരത് കൂടിയാണ് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ 9 വന്ദേ ഭാരത് സർവീസുകൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ कहूंगा, जब कोई दूसरे शहर या दूर किसी जगह से यात्रा करके आता है, तो उससे सबसे पहले यही पूछा जाता है कि सफर कैसा रहा। वो व्यक्ति
सिर्फ अपने सफर का अनुभव ही नहीं बताता, वो घर से निकलने से लेकर मंजिल तक पहुंचने की पूरी बात करता है। वो बताता है कि रेलवे स्टेशन कितने बदल गए हैं, वो बताता है कि ट्रेनों का परिचालन कितना व्यवस्थित हो गया है। उसके अनुभवों में टीटी का व्यवहार, उसके हाथ में कागज की जगह टैबलेट, सुरक्षा के इंतजाम, खाने की क्वालिटी, सब प्रकार की बातें होती हैं। इसलिए आपको, रेल के हर कर्मचारी को ईज ऑफ ट्रैवल के लिए, यात्रियों को अच्छा अनुभव देने के लिए लगातार संवेदनशील रहना होता है। और आजकल ये बातें जब सुनने को मिलती है कि इतना अच्छा हुआ, इतना अच्छा हुआ, इतना अच्छा हुआ, तो मन को एक खुशी मिलती है। और इसलिए मैं ऐसे जो प्रतिबद्ध रेल कर्मचारी हैं, उनकी भी जी जान से बधाई करता हूं। मेरे परिवारजनों, भारतीय रेलवे ने स्वच्छता को लेकर जो नए प्रतिमान गढ़े हैं, उसे भी हर देशवासी ने नोटिस किया है। पहले की अपेक्षा अब हमारे स्टेशंस, हमारी ट्रेनें कहीं ज्यादा साफ रहने लगी है। आप जानते हैं, गांधी जयंती दूर नहीं है। स्वच्छता के प्रति गांधी जी का जो आग्रह था, वो भी हम जानते हैं। स्वच्छता के लिए किया गया हर प्रयास गांधी जी को सच्ची श्रद्धांजलि है। इसी भावना के साथ अब से कुछ दिन बाद 1 अक्टूबर को सुबह 10 बजे, याद रखिए, 1 अक्टूबर को सुबह 10 बजे स्वच्छता पर एक बहुत बड़ा आयोजन होने जा रहा है। देश के कोने में हो रहा है और देशवासियों के नेतृत्व में हो रहा है। मेरा आपसे आग्रह है, बहुत आग्रह है, आप भी स्वच्छता के इस अभियान से जरूर जुड़े। 1 तारीख 10 बजे का समय अभी से पक्का कर लीजिए। गांधी जयंती पर हर देशवासी को खादी और स्वदेशी उत्पादों की खरीद का मंत्र भी दोहराना चाहिए। 2 अक्टूबर को गांधी जयंती है, 31 अक्टूबर सरदार वल्लभ भाई पटेल की जयंती है। एक प्रकार से पूरा महीना हम प्रयत्नपूर्वक खादी खरीदें, हैंडलूम खरीदें, हैंडीक्राफ्ट खरीदें। हमें लोकल के लिए ज्यादा से ज्यादा वोकल होना ही है। साथियों, मुझे विश्वास है कि भारतीय रेल और समाज में हर स्तर पर हो रहा बदलाव विकसित भारत की और एक महत्वपूर्ण कदम साबित होगा। मैं एक बार फिर नई वंदे भारत ट्रेनों के लिए देश के लोगों को बहुत बहुत शुभकामनाएं देता हूं। बहुत बहुत धन्यवाद। माननीय प्रधानमंत्री जी, आपका बहुत बहुत आभार, धन्यवाद। अब मैं आदरणीय प्रधानमंत्री जी से देश के अलग अलग राज्यों में संचालित होने वाली 9 वंदे भारत ट्रेनों का हरी झंडी दिखाकर शुभारंभ करने का आग्रह करती हूं। और जैसा कि हम देख रहे हैं, माननीय प्रधानमंत्री जी ने
हरी झंडी दिखाई है। राजस्थान, तमिलनाडु, तेलंगाना, आंध्र प्रदेश, कर्नाटक, बिहार, पश्चिम बंगाल, केरल, ओडिशा, झारखंड और गुजरात राज्यों को वंदे भारत एक्सप्रेस की सौगात मिली है। उदयपुर जबलपुर वंदे भारत एक्सप्रेस, तिरुनेलवेली मदुरई चेन्नई, हैदराबाद बेंगलुरु, विजयवाड़ा चेन्नई, पटना हावड़ा, कासरगोड तिरुवनंतपुरम, राउरकेला भुवनेश्वर पुरी, रांची हावड़ा, जामनगर से अहमदाबाद वंदे भारत एक्सप्रेस इसमें शामिल हैं। ये वर्ल्ड क्लास वंदे भारत के साथ यात्रियों को तेज, सुगम और अधिक आनंददायक यात्रा का अनुभव कराएंगे। और अब हम सबकी तरफ से इस समारोह को गरिमा प्रदान करने के लिए माननीय प्रधानमंत्री जी का बहुत बहुत ऐतिहासिक अवसर पर കേരളത്തിനടക്കം അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ 9 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു. കേരളത്തിന്റെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. नमस्कार। इस कार्यक्रम में उपस्थित विभिन्न राज्यों के राज्यपाल श्री, अलग अलग राज्यों में मौजूद